അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ഒരു ചോദ്യം വന്നിരിക്കുകയാണ്. ചോദ്യം ഇതാണ്: ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പരിശുദ്ധ കഅബ പണിതു. അതിൻ്റെ ശേഷം ലോകത്തിലുള്ള എല്ലാ ജനങ്ങളെയും വിളിച്ചു. ആ വിളി എല്ലാവരും കേട്ടു. ഉത്തരം ചെയ്ത ആളുകൾ ഹജ്ജ് ചെയ്തവരാണ് എന്നൊക്കെ പറയാറുണ്ട്. ഇത് ശരിയാണോ എന്നുള്ളതാണ് ചോദ്യം. വളരെ പ്രസക്തമായ ചോദ്യം തന്നെയാണ്. പഴയ കാലം മുതൽക്ക് തന്നെ പഠിച്ചു കൊണ്ടുവരുന്ന ഒരു വിഷയമാണ്. ഹജ്ജിന് ഭാഗ്യം ലഭിച്ചവർ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ വിളിക്ക് ഉത്തരം ചെയ്യാൻ ഭാഗ്യം ലഭിച്ചവരാണ് എന്ന് ഞങ്ങളെല്ലാവരും പറയുന്നതും വിശ്വസിക്കുന്നതുമാണ്. അത് തന്നെയാണ് പരിശുദ്ധ ഖുർആൻ ഷരീഫും പറഞ്ഞിട്ടുള്ളത്. നോക്കൂ നിങ്ങൾ, ആ പരിശുദ്ധ കഅബ ഷരീഫ്, ആ കഅബ ഷരീഫിൽ പോയി ബഹുമാനപ്പെട്ട ആദം നബി അലൈഹി ഇസ്ലാം, ആദ്യ പിതാവ് ആദം നബി അലൈഹി ഇസ്ലാം ഹജ്ജ 40 സനത്തം മിനൽ ഹിന്ദി മാഷിയ, ഇന്ത്യയിൽ നിന്ന് നടന്നുകൊണ്ട് തന്നെ 40 ഹജ്ജ് ചെയ്തിട്ടുണ്ട് എന്നാണ് ഹദീസുകളിൽ രേഖപ്പെട്ടിട്ടുള്ളത്, ചരിത്ര കിതാബുകളിൽ രേഖപ്പെട്ടിട്ടുള്ളത്. അതാണ് ഏതുവരെ എന്ന് പറഞ്ഞാൽ എല്ലാവരും ഓതുന്ന ഫത്ഹുൽ മുഈൻ എന്ന ഗ്രന്ഥത്തിൽ പോലും ആദം നബി അലൈഹി ഇസ്ലാം ഇന്ത്യയിൽ നിന്ന് നടന്നുകൊണ്ടുപോയി 40 ഹജ്ജ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. വഅന്ന ജിബ്രീല ഖാല ലഹു, ജിബ്രീൽ അലൈഹി സ്വലത്തു വസ്സലാം ആദം നബി അലൈഹി ഇസ്ലാമിനോട് പറഞ്ഞു: ഇന്നൽ മലായികത കാനു യതൂഫൂന ബിഹാദൽ ബൈത്ത് ഖബലക 7000 സന. ഓ ആദം നബിയെ, നിങ്ങൾ ഈ പരിശുദ്ധ കഅബയിൽ തവാഫ് ചെയ്യുന്നതിൻ്റെ മുമ്പ് 7000 വർഷം മുമ്പ് മലക്കുകൾ ഈ പരിശുദ്ധ കഅബയിൽ തവാഫ് ചെയ്തുകൊണ്ടുണ്ടായിരുന്നു എന്നു ആദം നബി അലൈഹി ഇസ്ലാമിനോട് ജിബ്രീൽ അലൈഹി ഇസ്ലാം പറഞ്ഞു. അപ്പോൾ ആ ഹദീസിൽ നിന്നും ചരിത്രത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം കഅബ പണിതു എന്ന് പറഞ്ഞാൽ അന്ന് മുതൽക്കാണ് പരിശുദ്ധ കഅബ ഉണ്ടായി എന്ന് അതിനൊക്കെ അർത്ഥമല്ല. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് മുമ്പ് തന്നെ പരിശുദ്ധ കഅബയുണ്ട്. 7000 വർഷം മുമ്പ് ആദം നബി അലൈഹി ഇസ്ലാമിനെ പടക്കുന്നതിൻ്റെ 7000 വർഷം മുമ്പ് മലക്കുകൾ ആ പരിശുദ്ധ കഅബയിൽ തവാഫ് ചെയ്തുകൊണ്ടുണ്ടായിരുന്നു. അപ്പോൾ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ കാലഘട്ടത്തിന് മുമ്പ് തൂഫാന് കൊണ്ട് ആ കഅബയൊക്കെ നശിഞ്ഞു പോയി. പിന്നീട് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം പുതുക്കി പണിതതാണ്. ആ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം കഅബയുടെ പണി പൂർത്തിയാക്കി. വലമ്മ ഫറഗ ഇബ്രാഹിം അലൈഹിസ്സലാം മിൻ ബിനാഇഹി അൽ ബൈത, ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം പരിശുദ്ധമായ കഅബ പണിത് പൂർത്തിയായതിൻ്റെ ശേഷം അവഹല്ലാഹു തആല ഇലൈഹി അൻ അദ്ദിൻ ഫിന്നാസി ബിൽ ഹജ്ജ്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനിക്ക് വഹി ഇറക്കി കൊടുത്തു. എന്താണ്? ഓ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം, നിങ്ങൾ ഹജ്ജിന് വേണ്ടി ജനങ്ങളെ വിളിക്കണമെന്ന്. ഫഖാല, അപ്പോൾ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം അള്ളാഹുവിനോട് ചോദിക്കുകയാണ്: യാ റബ്ബ്, എൻ്റെ റബ്ബേ, വമാ യബ്ലുഗു സൗതി, എൻ്റെ ശബ്ദം എങ്ങനെയാ കേൾക്കുക? കാരണം ഈ ചോദ്യം ഇന്നത്തെ കാലഘട്ടത്തിലാണെങ്കിൽ അത്രയും പ്രസക്തി അറിയിക്കുന്നില്ല. എന്നാലും ആധുനിക സംവിധാനങ്ങളില്ല, യൂട്യൂബിൻ്റെയോ വാട്സപ്പിൻ്റെയോ ചാനലിൻ്റെയോ ഒന്നും സംവിധാനങ്ങളില്ലാത്ത ആ ലോകത്ത് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ചോദിക്കുന്നത് അള്ളാഹുവിനോട്, എൻ്റെ ശബ്ദം എങ്ങനെയാണ് അവർ കേൾക്കുക? ഫഖാല, അപ്പോൾ അല്ലാഹു തആല ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനിക്ക് വഹി ഇറക്കുകയാണ്: അദ്ദിൻ വഅലയ്യൽ ബലാഗ്. ഓ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം, നിങ്ങൾ വിളിക്കുക ഹജ്ജിന് വേണ്ടി. ആ വിളിയെ എത്തിച്ചു കൊടുക്കാൻ എൻ്റെ മേൽ ഉത്തരവാദിത്തമാണ്, ഞാനത് എത്തിച്ചു കൊടുക്കാം എന്ന് അല്ലാഹു തആല ഏറ്റു. ഫനാദാ ഇബ്രാഹിം അലൽ മഖാമി ബിഅൗലാ സൗതിഹി, ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം മഖാം ഇബ്രാഹിം അവിടെ നിന്നുകൊണ്ട് വെച്ചും ഉറക്കെ
വലിയ ശബ്ദത്തിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാം വിളിച്ചു പറഞ്ഞു. എന്താ വിളിച്ചു പറഞ്ഞത്? അയ്യുഹന്നാസ്, യാ അയ്യുഹന്നാസ്, ഇന്നല്ലാഹ കതബ അലൈക്കുമുൽ ഹജ്ജ. ഓ ജനങ്ങളെ, നിങ്ങളുടെ മേൽ ഹജ്ജിനെ അല്ലാഹു തആല ഫർളാക്കിയിട്ടുണ്ട്. ഫഹജ്ജു, അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഹജ്ജ് ചെയ്യണം. ലോകത്തിലുള്ള സർവ്വജനങ്ങളോടും വിളിച്ചു പറഞ്ഞു ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ഫസമിഅഹു മൻ ഫിസ്സമാഇ വമൻ ഫിൽ അർള്. ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം വിളിച്ച ആ വിളി ആകാശത്തിലുള്ള മലക്കുകളും അതുപോലെ തന്നെ ഭൂമിയിലുള്ള സർവ്വജനങ്ങളും ആ വിളി കേട്ടു എന്നാണ് ഹദീസുള്ളത്. ഏതുവരെ? അത്താമം ഫിൽ അസ്ലാബ്, പുരുഷന്മാരുടെ മുതുകിലുള്ള ജനിക്കാൻ പോകുന്ന ആ ഇന്ദ്രിയ തുള്ളി വരെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ വിളിയെ കേട്ടു. വൽ അർഹാം, ഉമ്മമാരുടെ ഗർഭാശയത്തിലുള്ള കുട്ടികൾ വരെ ആ വിളി കേട്ടു എന്നുള്ളതാണ്. എന്നിട്ട് ആ ഹദീസ് പറയുന്നുണ്ട്, ഫമൻ അജാബ മറ, ആ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ വിളിക്ക് ഒരു പ്രാവശ്യം ഉത്തരം ചെയ്താൽ ഹജ്ജ മറ, ഒരു പ്രാവശ്യം അവൻ ഹജ്ജ് ചെയ്തവനായി. ഒമൻ അജാബ മറത്തൈന്, 2 പ്രാവശ്യം ആ വിളിക്ക് ഉത്തരം ചെയ്താൽ ഹജ്ജ മറത്തൈന്, 2 പ്രാവശ്യം ഹജ്ജ് ചെയ്തവനായി. ഒമൻ അജാബ സലാസൻ, 3 പ്രാവശ്യം ഉത്തരം നൽകിയാൽ ഹജ്ജ സലാസൻ, 3 പ്രാവശ്യം ഹജ്ജ് ചെയ്തവനായി. ഒമൻ അജാബ അക്സറ മിൻ ദാലിക, ഇനി അതിനേക്കാൾ കൂടുതൽ പ്രാവശ്യം ഉത്തരം ചെയ്താൽ ഹജ്ജ ബിദദി അദദിഹി, അതിൻ്റെ എണ്ണം അനുസരിച്ച് അവൻ ഹജ്ജ് ചെയ്തവനായി എന്ന് ഹദീസിൽ കാണാം. അപ്പോൾ പഴയ കാലത്ത് പഠിച്ചു വെച്ച വിഷയം അത് ഹദീസിൽ സ്ഥിരപ്പെട്ടതും ഉലമ കിതാബുകളിൽ വിശദീകരിച്ചതുമാണ്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം വിളിച്ചു. ആ വിളി ലോകത്തിലുള്ള സർവ്വാളുകളും, പുരുഷന്മാരുടെ ജനിക്കാൻ പോകുന്ന മുതുകിലുള്ള ആ ഇന്ദ്രിയ തുള്ളികൾ വരെ, ഗർഭാശയത്തിലുള്ള കുഞ്ഞുങ്ങൾ വരെ കേട്ടു. അതുകൊണ്ടാണ് ലോകത്തിലുള്ള എല്ലാ ജനങ്ങളും മുസ്ലിമീങ്ങൾ അവിടേക്ക് ഓടിയെത്തുന്നു. ആ പരിശുദ്ധ കഅബയിൽ തവാഫ് ചെയ്യാനും ഹജ്ജ് നിർവഹിക്കുവാനും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ വിളിക്ക് ഉത്തരം ചെയ്യാൻ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നമുക്ക് അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.